നമസ്കാരം. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ എം ടി സാറിൻ്റെ പിറന്നാളായിരുന്നു കുറച്ച് നാൾ മുന്നേ. ആ ഒരു ദിവസം തന്നെയായിരുന്നു മമ്മൂട്ടിയുമായിട്ടുള്ള ആ ഒരു പ്രത്യേക ബന്ധം, മമ്മൂട്ടിയും എം ടി സാറും തമ്മിലുള്ള ഇത്രയും വർഷങ്ങൾക്ക് ഈ ഒരു സിനിമാ ഫീൽഡിൽ വന്നിട്ട് അദ്ദേഹം ആ മമ്മൂട്ടി എന്ന് പറയുന്ന വ്യക്തിയോട്, മമ്മൂക്കയോടുള്ള ആ ഒരു സ്നേഹവാത്സല്യം നമ്മൾ ആ വീഡിയോകളിലൂടെയും ഫോട്ടോസുകളിലൂടെയും നമ്മൾ കണ്ടിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് പേര് അത് ഏറ്റെടുത്തു. മമ്മൂട്ടിയുടെ നെഞ്ചിലേക്ക് എം ടി സാറ് തലചായ്ക്കുന്ന ആ ഒരു ഗുരു ശിഷ്യൻ അല്ലെങ്കിൽ അച്ഛൻ മകൻ എന്നുള്ള ആ ഒരു ബന്ധത്തിൻ്റെ നമുക്ക് പറയാതെ തന്നെ അല്ലെങ്കിൽ കണ്ടുകൊണ്ട് തന്നെ നമുക്ക് ആ കാഴ്ച നമ്മൾ കണ്ടു കഴിഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ അവർ തമ്മിലുള്ള ആ ബന്ധം, ആ ഒരു സിനിമ ഇൻഡസ്ട്രിയിൽ ഇത്രയും കാലം അവർ നിന്നിട്ടുള്ള ആ ഒരു ബന്ധം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമുക്ക് ആ ഒരു സന്ദർഭത്തിൽ നിന്നും വ്യക്തമാവുന്ന ഒരു കാര്യം തന്നെയാണ്. ഒരുപാട് പേര് സിനിമാ ഫീൽഡിൽ തന്നെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും ഉള്ളവരുണ്ട്. മമ്മൂട്ടി എന്ന് പറയുന്ന വ്യക്തിയോടും ഒരുപാട് പേർക്ക് ഇഷ്ടമാണ്, അതിനൊപ്പം തന്നെ ഇഷ്ടമല്ലാത്തവരുമുണ്ട്. എന്തോ വ്യക്തിപരമായി ഓരോരുത്തർക്കും ഓരോ വൈരാഗ്യമാണ് മമ്മൂട്ടി എന്ന് പറയുന്ന ആളെ കാണുമ്പോൾ തന്നെ. മമ്മൂട്ടി എന്ന് പറയുന്ന ആളെ കാണുമ്പോൾ തന്നെ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാണ്. നമ്മുടെ കുടുംബത്തിലെ ഒരാളെ പോലെ, അല്ലെങ്കിൽ നമ്മുടെ ഒരു സഹോദരനെ പോലെ, അല്ലെങ്കിൽ നമ്മുടെ ഒരു ചേട്ടനെ പോലെ അത്രമാത്രം ഇഷ്ടമാണ് മമ്മൂട്ടി എന്ന് പറയുന്ന വ്യക്തിയോട്. എം ടി സാറിൻ്റെ ഒരുപാട് കഥകൾക്ക് ജീവൻ നൽകിയിട്ടുള്ള ചരിത്ര കഥകൾക്ക്, ഒരുപാട് ചരിത്ര കഥകളുടെ ചരിത്രം തന്നെയാണ് മമ്മൂട്ടി എന്ന് പറയുന്ന വ്യക്തി സിനിമകളിലൂടെ നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളത്. എം ടി സാർ പേന കൊണ്ട് എഴുതിയിട്ടുള്ള എല്ലാ കഥാപാത്രങ്ങൾക്കും മമ്മൂട്ടി എന്ന് പറയുന്ന വ്യക്തി അല്ലെങ്കിൽ മമ്മൂക്ക എന്ന് പറയുന്ന അദ്ദേഹം സ്ക്രീനുകളിലൂടെ സിനിമ ഫിലിമുകളിലൂടെ നമുക്ക് ഒരുപാട് കഥാപാത്രങ്ങളെ നമുക്ക് ജ്വലിപ്പിച്ച് കാണിച്ചു തന്നിട്ടുള്ളതാണ്. എല്ലാം തന്നെ വരും തലമുറകൾക്ക് ജനറൽ നോളജിൽ വരെ പഠിക്കാനുള്ള കഥാപാത്രങ്ങളായി മാറിയിരിക്കുകയാണ് മമ്മൂട്ടി എന്ന് പറയുന്ന ആ ഒരു രൂപം തന്നെ. വടക്കൻ വീരഗാഥ മുതൽ പഴശ്ശിരാജ വരെ വന്ന് നിൽക്കുമ്പോൾ എം ടി സാറിൻ്റെ ഒരുപാട് കഥകൾ നമ്മുടെ മനസ്സിൽ അങ്ങനെ തട്ടി നിൽക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ എല്ലാ കഥകളെയും അത്രമാത്രം നല്ല രീതിയിൽ സ്ക്രീനിലേക്ക് പ്രസൻറ്റ് ചെയ്യാൻ പ്രത്യേക കഴിവുള്ള ഒരു ആർട്ടിസ്റ്റും കൂടിയാണ് മമ്മൂട്ടി എന്നുള്ളത് അദ്ദേഹം തന്നെ, എം ടി സാറ് തന്നെ ഒരുപാട് വേദികളിൽ എടുത്തു പറഞ്ഞിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഏറ്റവും പുതിയ സിനിമ എം ടി സാറിൻ്റെ ഒരുപാട് കഥകളെ കൂട്ടിച്ചേർത്തുകൊണ്ട് ഒരു സിനിമ അദ്ദേഹം ഒരുക്കുന്നു. മനോരഥങ്ങൾ എന്നാണ് ആ സിനിമയുടെ പേര്. അദ്ദേഹത്തിൻ്റെ ജന്മദിനത്തിനായിരുന്നു ആ സിനിമയുടെ ട്രെയിലർ ലോഞ്ചും ആഘോഷിക്കപ്പെട്ടത്. ആ ഒരു സമയത്താണ് മമ്മൂട്ടിയുടെ നെഞ്ചിലേക്ക് എം ടി സാറ് തൻ്റെ സ്നേഹം പങ്കുവച്ചത്. ഇപ്പോൾ ഏറ്റവും അടുത്ത് വരുന്ന ഏറ്റവും പുതിയ വാർത്ത, ആ ഒരു സമയത്ത് മമ്മൂട്ടിയുടെ പുറകിൽ നിന്നിരുന്നത് പ്രിയദർശനായിരുന്നു. സംവിധായകൻ പ്രിയദർശന് തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒരു കഥയായി എഴുതി വരുന്നത്. അദ്ദേഹം പറഞ്ഞു, എം ടി സാർ മമ്മൂട്ടിയുടെ നെഞ്ചിലേക്ക് അമർന്നു നിൽക്കുമ്പോൾ തനിക്കും ആ ഒരു സ്നേഹത്തിൽ നിന്ന് കുറച്ച് കിട്ടണമെന്ന് ആഗ്രഹിച്ചിരുന്നു പ്രിയദർശൻ സാറ്. പക്ഷേ ആ ഒരു സെക്കൻഡിൽ മമ്മൂട്ടിയെ ഒന്ന് തോണ്ടണമെന്നുണ്ടായിരുന്നു. പക്ഷേ താൻ ഒന്ന് തൊടുക പോലും ചെയ്തില്ല. കാരണം ആ ഒരു സ്നേഹം മമ്മൂട്ടിക്ക് മാത്രം സ്വന്തമാണെന്ന് എന്ന് തോന്നി. പ്രിയദർശൻ എന്ന് പറയുന്ന സംവിധായകൻ്റെ വാക്കുകളാണ് സോഷ്യൽ മീഡിയയിൽ. അതുപോലെ തന്നെ മമ്മൂട്ടി എന്ന് പറയുന്ന വ്യക്തിയോട്, മമ്മൂക്കയോട് ഇപ്പോൾ പ്രിയദർശൻ സാറ് പറഞ്ഞ പോലെ അതുപോലെ തന്നെ പറയാത്തവരും ഒരുപാട് പേര് സിനിമ ഇൻഡസ്ട്രിയിലുണ്ട് എന്നുള്ളതാണ്. എന്നാണ് ഇത് ഇനിയെല്ലാം തുറന്നു പറയുന്ന ഒരു ദിവസം വരിക എന്നുള്ളതാണ് നമ്മൾ ആലോചിച്ചു പോകുന്നത്. എന്നിരുന്നാലും മമ്മൂട്ടിയോടുള്ള ആ ഒരു സ്നേഹം, എം ടി സാറിൻ്റെ ആ ഒരു സ്നേഹം നമ്മൾ കണ്ട കാഴ്ചയാണ്. അതുപോലെ തന്നെ മമ്മൂട്ടിയെ ഒന്ന് കെട്ടിപ്പിടിക്കാനും മമ്മൂട്ടിയോട് പറയാനും മമ്മൂക്കയോട് സംസാരിക്കാനും മമ്മൂക്കയെ ഒന്ന് തുറന്ന് കാണാനും ഒരുപാട് പേർക്ക് അതിയായ ആഗ്രഹമുണ്ട് എന്നുള്ളതാണ് ഞാനിപ്പോൾ മനസ്സിലാക്കുന്നത്. എന്നിരുന്നാലും ഈ വീഡിയോ നിങ്ങളോട് പങ്കുവെക്കണം എന്ന് തോന്നി. നിങ്ങളുടെ അഭിപ്രായം ഈ വീഡിയോയ്ക്ക് താഴെ അറിയിക്കുക. തൽക്കാലം ഈ വീഡിയോ നിർത്തുന്നു. അടുത്തൊരു വീഡിയോയിൽ കാണും വരെ നന്ദി, നമസ്കാരം, താങ്ക്സ്. ഞാൻ നിങ്ങളുടെ രാകേഷ്.